ഭാര്യാഭർത്തൃബന്ധം ഉലഞ്ഞു പോയൊരു കാലമാണിത്. ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബജീവിതമില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല. തമ്മിൽ കാണുന്നത് പോലും വിരളം. പല വീട്ടിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണം മൂളലും മുരങ്ങലും മാത്രമാണ്. ചില സ്ത്രീകളാകെ ഭർത്താവിനോട് സംസാരിക്കുന്നത് ഇവിടെ ഇരിപ്പുണ്ട്. ഈ വർഗത്തിൽപ്പെട്ട 24 പെരും കള്ളികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഇപ്പോ ഭർത്താക്കന്മാര് ഭാര്യയോട് സംസാരിക്കുന്നത് എങ്ങനെയാ? ഓ 18 എണ്ണം ഉണ്ട് ഇതിനകത്തുണ്ട്. ഇപ്പോ ജീവിക്കണോ? കുടുംബജീവിതമാണോ? ബന്ധങ്ങളുണ്ടോ? ഉണ്ടോ? നോ. ഉലഞ്ഞു പോയി ബന്ധങ്ങൾ. ചില സ്ത്രീകളിരുന്ന് ഒരു ദിവസം 100 പ്രാവശ്യം പറയും, എന്തോരം ആണുങ്ങളുണ്ടായിരുന്നു ലോകത്ത്, എന്തോരം ആണുങ്ങളുണ്ടായിരുന്നു ലോകത്ത്. ഈ കാലമാടൻ, ഈ ദുഷ്ടൻ, ഈ പിശാചി ബാധിതൻ, ഈ മദ്യപാനി, ഈ അഹങ്കാരി, ഇത് ഞാനെ കൊണ്ട് എന്നെ കെട്ടിച്ചില്ലേ. എൻ്റെ അപ്പൻ എന്നെ അങ്ങ് കൊല്ലാൻ പാടില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും വിളിച്ച ഫോൺ എടുക്കില്ല, അങ്ങോട്ടും വിളിക്കില്ല. വിളിച്ച അപ്പ തന്നെ ചീറാൻ തുടങ്ങും. എന്നെ എന്തിനാ കൊല്ലാൻ കൊടുത്തേ? ഈ പിശാചി ബാധിതൻ. അത്തരം കുറേ എണ്ണമുണ്ട് ഇവിടെ. ഭർത്താക്കന്മാരിരുന്ന് ചിന്തിക്കും, എന്തോരം പെണ്ണുങ്ങളുണ്ടായിരുന്നു ദൈവമേ ലോകത്ത്. ഈ കുരിശി തന്നെ നീ എന്നെ തറച്ചില്ലേ. കല്യാണം കഴിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മണവാള നിന്റെ തലയിൽ ഇന്ന് ഒരു മുൾക്കിരീടം വെച്ച് തരികയാണ്. മരിക്കും വരെ അത് നിനക്ക് വേദനയായിരിക്കും. നീ അത് സഹിച്ചേ പറ്റൂന്ന് പറഞ്ഞെങ്കിലും ഈ മുൾക്കിരീടത്തിന് ഇത്രയും വേദന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ ദൈവമേ. ഈ മുൾക്കിരീടം ഇത് എന്തിനു തന്നു? സന്തോഷമില്ല, ഒരു സന്തോഷമില്ല. ചിരിക്കാൻ മറന്നുപോയ കുറേ ആളുകളെ കാണുന്നു ഇവിടെ. കുടുംബജീവിതത്തിൽ സന്തോഷമില്ല. പിന്നെ താരതമ്യം ചെയ്യലാണ് വേറെ ഒരു പ്രധാന പരിപാടി. എടാ നീ എത്ര ഭാഗ്യവാനാടാ, നിന്റെ ഭാര്യ എത്ര മിടുക്കിയ, എത്ര ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കണത്. കിന്നാരം പറഞ്ഞും കഥകൾ പാടിയും പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും. നീ എവിടെ പോയാലും നിഴല് പോലെ നിന്റെ കൂടെ നടക്കണം നിന്റെ ഭാര്യ. നീ പുണ്യം ചെയ്തവനാടാ. ഈ മനുഷ്യൻ പറഞ്ഞു വെക്കണത് അവളെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് അറിയാനുള്ള ബോധം അവനുണ്ടോ? പൊട്ടൻ. ചില സ്ത്രീകൾ കൂട്ടുകാരികളോട് പറയും, നീ എത്ര ഭാഗ്യവതിയടി, നിന്റെ കെട്ടിയവൻ എത്ര നല്ല മനുഷ്യനടി, എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമടി. സ്വന്തം ഭർത്താവിനെ വേറൊരുത്തം പുകഴ്ത്തി പറയുമ്പോൾ പോങ്ങാൻ വരട്ടെ മോളെ, നിന്റെ കെട്ടിയവനെ ചിലപ്പോൾ അവളെ അടിച്ചോണ്ട് പോവും. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ നാളെ കഴിയുമ്പോൾ പോവും. അപ്പൊ ആരാണ്ട് പറഞ്ഞു, ഈ അച്ഛൻ കുടുംബം കലക്കാൻ വന്നതാണോ, കുടുംബം നന്നാക്കാൻ വന്നതാണോ? കലക്കണത് നല്ലതാ, ഒടുക്കം തെളിക്കാൻ പറ്റും. ബന്ധങ്ങൾ ഉലഞ്ഞു പോയിരിക്കുന്നു. പരസ്പരം സന്തോഷമില്ല, പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നില്ല, പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ആളെക്കുറിച്ചറിയാം, ആളെ അറിയില്ല. ഇപ്പോൾ ഈ മറ്റൊരാളായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അജ്ഞതയാ. ഇപ്പോൾ കൂടെയുള്ള ആളാണ് ഏറ്റവും നല്ലത്.
ഇതിലും നല്ലതാന്നോർത്ത് വേറെ ഒരെണ്ണത്തെ കൂടെ കൂട്ടിയാലുണ്ടല്ലോ, അവളെ എപ്പോ നിന്നെ പെട്ടിക്കകത്താക്കിന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ കൂടെ ഉള്ളത് നിന്റെ എല്ലാ പെരുമാറ്റ വൈകല്യങ്ങളും സഹിച്ച് ക്ഷമിച്ച് പുറത്ത് സാരമില്ലാന്ന് വെച്ച എൻ്റെ പിള്ളേരുടെ തന്തയാണല്ലോ ദൈവമേ എന്നോർത്ത് നിന്നോടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണതാ മോനെ. മറ്റൊരുത്തി ആയിരുന്നെങ്കിൽ പണ്ട് നിനക്ക് വേഷം കലക്കി തന്ന് കൊന്നേനെ. ഇപ്പൊ ഒരു സ്ത്രീ ഭർത്താവിന്റെ തുടയിൽ ഒരു ഒറ്റ ഉള്ളങ്ങട് കൊടുത്തത് കേട്ടിലട പോട്ടം കഴുതേ. ഞാൻ കാരണം നിന്നെ കൊല്ലാതെ വെച്ചേക്കണത്, അല്ലെങ്കിൽ പണ്ടേ നിന്നെ ഇപ്പൊ പെട്ടിക്കകത്താക്കിയേനെ. ഇനി ബാക്കി നാളെ ചിരിക്കാം. സൂക്ഷിച്ചു വെച്ചോ. ഇനി കൂടുതൽ ചിരിയുടെ പരമ്പര വരുന്ന 3 പ്രോഗ്രാം ഇവിടെ അനൗൺസ് ചെയ്യും ഇത് കഴിയുമ്പോൾ. ഇന്നല്ല, ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പ് ദമ്പതി ധ്യാനം എന്ന് ഓമന പേരിട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരൊക്കെ രജിസ്റ്റർ ചെയ്തോളാം. 3 സെൻറ്ററിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ അച്ഛൻ അഭിനയിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇരുന്ന് കുറ്റപ്പെടുത്തുക, വഴക്കുണ്ടാക്കുക. ചിലർ ഉറക്കെ വിളിച്ചു പറയും, എന്തിനാ ആണെന്ന് പറഞ്ഞ് ജീവിക്കണേ? നാണാവണില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയുണ്ടോ ലോകത്ത് മനുഷ്യർ? 5 കാശിന് ഉപകാരമുണ്ടോ? ആണാത്രേ, ആണ്. നിങ്ങൾക്കൊക്കെ പുരുഷനാന്ന് പറഞ്ഞ് നടക്കാൻ ലജ്ജയില്ലേ മനുഷ്യായി എന്ന് സ്വന്തം ഭർത്താവിനോടൊരു ഭാര്യ എന്നും ചോദിക്കാന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു പരിധിയില്ലേ? അല്ല, ഇല്ലേ? എനിക്കപ്പോൾ തോന്നുന്ന ഒരു ഭയങ്കര സംശയമാണ്. ഈ സ്ത്രീ പറയണു എല്ലാ ദിവസവും അവളുടെ ഭർത്താവ് ആണല്ല. അവക്ക് 2-3 മക്കളുണ്ട്. അതാരുടെ അപ്പാ? അവള് ഉത്തരം പറയണ്ടേ? ഇനി മിണ്ടരുത് കേട്ടോ. വിവേകം വേണം സംസാരിക്കുമ്പോൾ. ബന്ധങ്ങൾ നന്നായിരിക്കണം. പല വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കാറേ ഇല്ല. ചിലർ ഡ്യൂട്ടി മനഃപൂർവ്വം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ഒരാൾക്ക് എന്നും നൈറ്റ് ഡ്യൂട്ടി, ഒരാൾക്ക് എന്നും ഡേ ഡ്യൂട്ടി, ഒരാൾക്ക് എന്നും നൈറ്റ് ഡ്യൂട്ടി, ഒരാൾക്ക് എന്നും ഡേ ഡ്യൂട്ടി. എന്താ കാര്യം? തമ്മിൽ കാണാതിരിക്കാൻ. എന്നിട്ട് ഇന്ന് 2 ആളും കൂടെ ജീവിതത്തിൽ ഇതുപോലെ മാതൃകാ ദമ്പതിമാരില്ല എന്നുള്ള ഭാവത്തിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പാവം തിരുമേനി, പാവാച്ചന്മാർ, പാവം പൊതുജനം. ഞങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. നാടകം കളിക്കാൻ 1-ാം തരം അവാർഡ് വാങ്ങിയ ആളുകളോട് ഇരിപ്പുണ്ട്. ഇതൊന്നും തിരശ്ശീലയിട്ട മൂടിപ്പിടിക്കാൻ പറ്റിയ സംഗതികളല്ല, പച്ച സത്യങ്ങളാണ്. നിങ്ങൾക്കിപ്പം മനസ്സിലാവുണ്ടോ കഷായത്തിന് കയ്പുണ്ടെന്ന്? ഇല്ലല്ലേ? പാവം ഞാൻ, എന്ത് ചെയ്യാൻ പറ്റും? ചില ആൾക്കാർ നോക്കുമ്പോൾ എനിക്കെന്താ ഫീൽ ചെയ്യണമെന്നറിയോ? പ്രസംഗമൊക്കെ കഴിഞ്ഞ് താനങ്ങ് ഇറങ്ങി പാടോ എന്ന്. ആയിക്കോട്ടെ. ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയെ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കണത്. ഞാൻ പറഞ്ഞു, ഞാനൊരു കുടുംബധ്യാനത്തിന് ക്ലാസ് എടുക്കാൻ പോവുക, പരുക്ക് പറ്റാതിരിക്കാൻ പ്രാർത്ഥിച്ചോളണം കേട്ടോ എന്ന് പറഞ്ഞു. ആമേൻ. പ്രിയരേ, ഇനി ചില സ്ത്രീകൾ, ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് മക്കളെ ഉപയോഗിച്ചാണ്. ഭർത്താവിനോട് ഒട്ടും ഉൾക്കൊള്ളായികയും ഇഷ്ടക്കേടുമുള്ള ഒരു ഭാര്യ ഭക്ഷണം പാകപ്പെടുത്തി വെച്ചിട്ട് മോനോട് പറയും, അല്ലെങ്കിൽ മോളോട് പറയും, ദണ്ടറാ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, നിന്റെ തന്തയോടെ തിന്നിട്ട് കൊള്ളാൻ പറ. അത് തന്നെ ഡയലോഗ്, വേറൊരു ഡയലോഗില്ല. അതിൽ കുറഞ്ഞതൊന്നും പറയാൻ പറ്റില്ല. കൊച്ചു പോയിട്ട് പറയും, പപ്പ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, തിന്നോളാൻ മമ്മി പറഞ്ഞു. അങ്ങനെയല്ലല്ലോടാ അവള് പറഞ്ഞ്, അവക്കടെ അപ്പൻ ഉണ്ട് കൊടുക്കാൻ പറയടാ. ഈ കൊച്ചെന്താ പഴിച്ചേ? അതിനുത്തരം പറ. ഈ കൊച്ചെന്ത് തെറ്റാ ചെയ്തേ? മാതാപിതാക്കളുടെ ശീതസമരത്തിന് ബലിയാടുകളായി തീരുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളിൽ മനസ്സ് പടഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾ, അപ്പൻ്റെ അടുത്തും പ്രൊട്ടക്ഷൻ ഇല്ല, അമ്മയുടെ അടുത്തും പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് മുകളിൽ വിരിച്ച ചിറകില്ലെന്ന് തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ തെരുവിലിറങ്ങി
തെരുവിലിറങ്ങി വേട്ടപ്പട്ടികളുടെ കയ്യിൽപ്പെട്ടാൽ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയാൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ? പറ്റുമോ? എത്രയോ കുഞ്ഞുങ്ങൾ അങ്ങനെ വഴിതെറ്റിപ്പോയി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മീൻ കച്ചവടക്കാരൻ്റെ കൂടെ ഒരു പെങ്കൊച്ച് പോയി കളഞ്ഞു. കാരണന്മാർ ബന്ധപ്പെട്ട് ഓടിച്ചെന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സംസാരിക്കാൻ നിന്നപ്പോൾ ഈ പെങ്കൊച്ചങ്ങോട്ട് ചീറി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള പെങ്കൊച്ചിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പ്രതികരണ. ഞാൻ മീൻ കച്ചവടക്കാരൻ്റെ കൂടെ പോയെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ നിൽക്കുന്ന തന്തയും ഈ നിൽക്കുന്ന തള്ളയും. അച്ഛൻ ചോദിക്ക്. നാവിറങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ. ആ കൊച്ചിനോട് സംസാരിക്കാൻ വാക്കില്ലാതെയായി പോയി. എന്താ മോളെ, ഈ തന്തയും തള്ളയും തമ്മിൽ മിണ്ടിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുക. വീട്ടിൽ എന്ത് സംസാരിച്ചിട്ട് കാലം എത്രയാന്ന് ചോദിക്കുക. അച്ഛൻ ഉത്തരം പറ. എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ലാണ്ട് വന്നപ്പോ ആ ചേട്ടൻ എന്നെ മോളെ എന്ന് വിളിച്ചപ്പോ ഞാനങ്ങ് പോയി. കുടുംബജീവിതം സ്വപ്നം കണ്ടുപോയതല്ല കൊച്ച്, ഒരപ്പനെ കണ്ടുപോയതാ മീൻ കച്ചവടക്കാരനില്. സ്നേഹം കിട്ടുമെന്ന് ഓർത്ത് പോയതാ. അയാളുടെ ലാക്ക് മറ്റൊന്നായിരുന്നു. എവിടെയാ നമ്മുടെ വിവേകം? ഈഗോ സമ്മതിക്കുന്നില്ല അല്ലേ? ഒരാളും ആർക്കും കീഴടങ്ങാൻ തയ്യാറല്ല. എല്ലാവരും ഞാൻ പിടിച്ച മുയലിന് കൊമ്പുണ്ടെന്നാണ് പറയുന്നത്. 1, 2 അല്ല, 3. ആരും തോൽക്കാൻ തയ്യാറല്ല ഇവിടെ. ആരും കീഴടങ്ങാൻ തയ്യാറല്ല ഇവിടെ. ആരും വിനയപ്പെടാൻ തയ്യാറല്ല ഇവിടെ. എല്ലാവരും മത്സരം കുലത്തൊഴിലാക്കി കൊണ്ട് നടക്കുകയാണ്. ഭാര്യ പറയുന്നു, എന്നെ ഒരുപാട് മൂപ്പിക്കാനും പേടിപ്പിക്കാനൊന്നും വരണ്ട. എൻ്റെ ഡിപ്പൻഡൻ്റ് വിസയില ദിയാൻ ഇവിടെ വന്നതെന്ന് ഓർമ്മ വേണം. എനിക്ക് കിട്ടണ ശമ്പളത്തിൻ്റെ വാലെ കെട്ടാൻ കൊള്ളൂല. അതെനിക്ക് കിട്ടണ ശമ്പളം. മിണ്ടിപ്പോവരുത്. ഇന്നലെ ഒരു വീട്ടിലുണ്ടായ സംഭാഷണം ഇത്. അവനിവിടെ വന്നിട്ടുണ്ട്. അവളെ കൊണ്ടുവരാൻ അവൻ ആവത് നോക്കി, ഒത്തില്ല. അവനെടുത്ത പൊങ്ങൂല്ല സാധനം. അഹന്ത മത്സരമാ, അന്യോന്യമുള്ള പോരാട്ടമാ. പ്രിയപ്പെട്ടവരെ, മൊത്തം കുടുംബങ്ങളിൽ ഈ പ്രശ്നം അങ്ങ് അലയടിക്കുകയാണ്, വേലിയേറ്റം സൃഷ്ടിക്കുകയാണ്. കുടുംബങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? എന്താണ് കുടുംബങ്ങളിലെ അടിസ്ഥാനപരമായ പ്രശ്നം? ഒറ്റ പ്രശ്നമുള്ളൂ, ഞാനെന്ന ഭാവം. എന്തത്? അത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോ. എന്താ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതി? ഞാൻ എന്ന ഭാവം. നിങ്ങൾക്കറിയോ, ഒരു ജേണൽ റിപ്പോർട്ട് ഞാൻ വായിച്ചതാ. ഒരു ദിവസം ഒരു മനുഷ്യൻ തൻ്റെ നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉച്ചരിക്കുന്ന വാക്ക് ഞാൻ. കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാൾ, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാൾ ഒരു ദിവസം 70 പ്രാവശ്യം മുതൽ 80 പ്രാവശ്യം വരെ ഞാൻ എന്ന വാക്കുച്ചരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം 300 പ്രാവശ്യം മുതൽ 400 പ്രാവശ്യം വരെ ഞാൻ എന്ന വാക്ക് ഉച്ചരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഉദാഹരണം, പാറേക്കര അച്ഛൻ. കാരണം ഇത് തന്നെയാണല്ലോ തൊഴിൽ. അതെല്ലാവർക്കും സൂചിച്ചേ. ആമേൻ. ഞാനെന്ന വാക്ക് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉച്ചരിക്കുന്ന വാക്ക് എൻ്റെ. 3ാമത്തെ വാക്ക് എനിക്ക്. ഞാൻ, എൻ്റെ, എനിക്ക്. സ്വാഭാവികമാണ് പ്രതിപക്ഷം ഉണ്ടാവും. നീ, നിൻ്റെ, നിനക്ക്. ഒന്ന് അനലൈസ് ചെയ്തേ. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. കൂടുതൽ ക്ലാസ് എടുക്കാനോ പഠിപ്പിക്കാനൊന്നും ആരും നിൽക്കേണ്ട. ഞാൻ തീരുമാനിക്കും. ഒരാളുടെ സംഭാഷണം. എടീ, തന്തയെ വക വച്ചിട്ടില്ല ഇന്ന് വരെ ഞാൻ, പിന്നെ ഞാൻ നിന്നെ. നീ പോടി അവിടുന്ന്. വേറൊരാൾ. ഞാൻ ആരാന്നറിയാവോ? എന്നോട് കളിക്കുന്നത് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നിന്റെ കുടുംബം ഞാൻ കുളം തോട്ടി കളയും. നിനക്ക് എന്നെ അറിയത്തില്ല. വേറൊരാൾ. അയ്യ, അങ്ങനെ തീരുമാനം എടുത്തോ?
കുഴപ്പമില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തീരുമാനം എടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ലായിരുന്നു. വേറൊരാൾ പൊതുയോഗം കൂടിയില്ലേ, അങ്ങനെയൊക്കെ തീരുമാനം എഴുതിയോ ഡയറിയിൽ? ഞാനില്ലാത്തതിൻ്റെ കുഴപ്പമായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തീരുമാനം എടുക്കാൻ ഞാൻ ജീവൻ പോയാലും സമ്മതിക്കാത്തില്ലായിരുന്നു. അവനാണോ പള്ളിയുടെ സെക്രട്ടറി? ഞാനില്ലാണ്ട് പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുകയില്ലായിരുന്നു. വേറൊരാൾ. ചില ആളുകൾ ഈ ഞാനെന്നൊക്കെ പറയുമ്പോൾ അതിന് സ്ലാങ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ അതങ്ങ് മുഴച്ച് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടിൽ 5 മനുഷ്യരുണ്ട്. ആ വീട്ടിൽ എത്ര ഞാനുണ്ടാവും? നിങ്ങൾ മിണ്ടണം, ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പണി ചെയ്യും. ഞാന് ആട്ടിറച്ചിയുടെ വിലയല്ല ചോദിച്ചത്. ചേട്ടൻ UK വന്നിട്ടും ഇപ്പോഴും ഇറച്ചി കച്ചവടത്തിന്റെ ഓർമ്മയാണ്. ഒരു വീട്ടിൽ 5 മനുഷ്യരുണ്ട്. എത്ര ഞാനുണ്ടാവും? 5 ഞാനുണ്ടാവും. 5 ഞാനുണ്ടെങ്കിൽ എത്ര നീ ഉണ്ടാവും? 5 നീ അല്ല, 4 അല്ല, കണക്ക് പഠിക്കണം. ഓരോരുത്തർക്കും 4 നീ വീതം ഉണ്ടാവും. 4 20 എണ്ണം മിനിമം ഉണ്ടാവും. കണക്ക് ശരിയായോ? നമുക്ക് 5 തന്നെ കൂട്ടാം. 5 ഞാനും 5 നീയും ഉണ്ടെങ്കിൽ എപ്പോൾ അടി ഉണ്ടാവും? ഉത്തരം പറ. എപ്പോൾ ഉണ്ടായിന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ തന്നെ അടി ഉണ്ടാവും. വീട്ടിൽ അടി ഉണ്ടാക്കണ ആളാരാ? ഉറക്കെ പറഞ്ഞേ. വീട്ടിൽ കുഴപ്പമുണ്ടാക്കണ ആളാരാ? പ്രശ്നം ഉണ്ടാക്കണ ആളാരാ? സമാധാനം ഇല്ലാണ്ടാക്കണ ആളാരാ? നിങ്ങളെന്താ മിണ്ടാത്തത്? ഞാൻ വിചാരിച്ച ഇവിടെ വന്ന ആൾക്കാർക്കൊക്കെ വിവരം ഉണ്ടെന്ന. ഏതോ ഒരു മനുഷ്യൻ വിവരമില്ലാതെ ഒരു ഉത്തരം പറഞ്ഞു. ക്ഷമിക്കുമെന്ന് ഓർത്താട്ടെ, ഇതൊക്കെ വെച്ച് തട്ടണേ. എന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ. ആമേൻ. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ ആളാരാ? ഞാനെന്ന ഭാവം, ഞാൻ. അപ്പോ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ ആളല്ലേ നമ്മുടെ സമാധാനം കിടത്തണ ആള് അല്ലേ? മിണ്ട്. നമ്മുടെ സമാധാനം കിടത്തണ ആളല്ലേ നമ്മുടെ ശത്രു? ആരാണ് അയാൾ? യെസ്, കള്ളനെ പിടികിട്ടിയോ? ആ ശത്രുവിനെ പിടികിട്ടിയ സഹോദരി? ഇല്ലേ? കിട്ടി. ആരാണ്? ഞാൻ. ശരിക്കും ഒരു മനുഷ്യനാകെ ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. ആരാത്? ഞാൻ. അത്രേ ഉള്ളൂ. ഇതെന്ന് തിരിച്ചറിയുന്നോ അന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലെ 90% എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാണ്. എന്നിലെ അഹം, ഞാനെന്ന ഭാവം. എൻ്റെ കുടുംബം കലക്കണത് ഞാനാ. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാ. എന്നിലെ ഞാനെന്ന ഭാവമാ. വിട്ടുവീഴ്ചയില്ലാത്ത ഞാൻ, സഹനമില്ലാത്ത ഞാൻ, ക്ഷമയില്ലാത്ത ഞാൻ, അഹങ്കാരിയായ ഞാൻ, മത്സരിയായ ഞാൻ, എല്ലാവരെയും തോൽപ്പിക്കണമെന്ന് ഇച്ഛിക്കുന്ന ഞാൻ, ആരുടെയും മുമ്പിൽ കീഴടങ്ങാൻ മനസ്സില്ലാത്ത ഞാൻ, എപ്പോഴും മികച്ചു നിൽക്കണമെന്നും മുഴച്ചു നിൽക്കണമെന്നും ചിന്തിക്കുന്ന എന്നിലെ ഞാനാണ് എൻ്റെ കുടുംബത്തിലെ പ്രശ്നക്കാരൻ. ഞാനാണ് എൻ്റെ കുടുംബത്തിലെ പ്രശ്നക്കാരി. ഞാനാണ് എൻ്റെ ശത്രു. അഹം, ഞാൻ. എന്താ ഒരു മാർഗം? ശത്രുവിനെ പിടികിട്ടി. കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കണ്ടേ? മിണ്ടണം. കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കണ്ടേ? വേണ്ടേ? വേണ്ട? വേണം. എന്ത് ചെയ്യണം? ടോസ് ഇട്ട് നോക്കണമെന്നോ? നിങ്ങൾ ഉത്തരം പറഞ്ഞേ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ നന്നാവണം. നടക്കുവോ? ഇല്ല.
ജീവിതത്തിൽ ഇന്നു വരെ ഒരാളും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണത്. ഞാൻ നന്നാവുക നടക്കില്ല. ആൾക്കാർ എന്തിനാ ജീവിക്കണമെന്ന് അറിയാമോ? മറ്റുള്ളവരെ നന്നാക്കാൻ. അതാണ് ഇന്ന് ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ജോലി. ഭാര്യയായ അന്ന് മുതൽ ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട ജോലി ഭർത്താവിനെ നന്നാക്കുക എന്നുള്ളതാണ്. ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര്. ഭർത്താവായ അന്ന് മുതൽ ഒരു പുരുഷന്റെ ജോലി ഭാര്യയെ നന്നാക്കുക എന്നുള്ളതാണ്. ദേ ഇവിടെ വന്നിരിക്കുന്നു, വേറെ ഒരു ജോലിയില്ല. ഇഞ്ചോടിഞ്ച് ഭാര്യനെ വഴക്ക് പറയുക, വരച്ച വരയിൽ നിർത്തുക, അങ്ങനെയല്ലടി ഇങ്ങനെയല്ലടി, ആഹാരം ഉണ്ടാക്കാൻ അറിയാമോ, നിനക്ക് വസ്ത്രം ധരിക്കാൻ അറിയാമോ, നീ എന്താ ഈ കാട്ടുന്നത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ, നിരന്തരം അവളെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തന്നെ തൊഴിലാണ് ഇവിടെ ചിലരെ. വേറെ ഒരു ജോലിയില്ല. ഭാര്യ ജോലിക്ക് പോയാൽ വരുന്നവരെ ടി വി കാണും, കള്ളു കുടിക്കും, കിടന്നുറങ്ങും. വരുമ്പോൾ തുടങ്ങും ക്ലാസ് എടുക്കല്ലേ. ഭാര്യമാര് ചിലർ അത് തന്നെ തൊഴിൽ. എന്നാലും എൻ്റെ അച്ഛാ, എൻ്റെ വീട്ടിൽ നടക്കുന്ന സംഗതി അച്ഛനും പുള്ളിയും തെറ്റാതെ ഇങ്ങനെ പറയാൻ അച്ഛനെ എങ്ങനെയാ അത് കണ്ടത് എന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർ എന്നോട് ചോദിക്കുക. ഇത് കാണാൻ കണ്ടില്ലെങ്കിൽ ഈ കുപ്പായി എനിക്ക് പാകാവോ? കണ്ടതാ. അതെ, പരസ്പരം നന്നാക്കി നന്നാക്കി ജീവിതം കളയല്ലേ മക്കളെ. നടക്കൂല. ഒരാള് വിചാരിച്ചാൽ ഒരാളെ നന്നാക്കാൻ പറ്റുള്ളൂ. അതാരെയാ? ആ ആളെ മാത്രം. വേറൊരാളെ നന്നാക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റിയ ഒറ്റ ഒരാളെ ലോകത്തുള്ളൂ, അത് ഞാൻ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റിയ ഒറ്റ ഒരാളെ ലോകത്തുള്ളൂ, നിങ്ങൾ മാത്രമാണ്. അതിന് ശ്രമിക്കാതെ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ച് ജീവിതം കളയരുതെന്ന് നമ്മുടെ സഭയിലെ മർത്തമറിയൻ സമാജത്തിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുകയായിരുന്നു കുറേ കൊല്ലം മുമ്പ്. 100-400 സ്ത്രീകൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കാൻ നിന്ന് അച്ഛൻ ദീർഘമണിക്കൂറുകൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ വിരസതയിലായെന്ന് അച്ഛന് തോന്നി. അവരെ ഒന്ന് നന്നായിട്ട് ഉണർത്തിയെടുക്കാൻ വേണ്ടി അച്ഛൻ ഒരു ചെറിയ ഒരു റൂട്ട് മാറി ഒരു സംഭാഷണത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി. അച്ഛൻ അവരോട് ചോദിച്ചു, സഹോദരിമാരെ, നമ്മുടെ സഭയുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് പുനർജന്മമൊന്നുമില്ല. ഇനി ഒരു പുനർജന്മമുണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുക. വിശ്വസിക്കരുത്, സങ്കല്പിക്കുക. അടുത്ത ജന്മത്തിലും നിങ്ങൾ സ്ത്രീയായിട്ട് ജനിച്ചാൽ അടുത്ത ജന്മത്തിൽ ഇപ്പോഴുള്ള ഭർത്താവിനെ തന്നെ ഭർത്താവായി കിട്ടിയാൽ മതി എന്ന് താല്പര്യവും തീരുമാനവുമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽക്കട്ടെ. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ കെട്ടിയോൻ അടുത്തിരിക്കണം കണ്ടിട്ട് ആവേശം മൂത്ത് ചാടി എഴുന്നേറ്റ് വെറുതെ അടുത്ത ജന്മം ഇല്ലല്ലോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അച്ഛൻ വളരെ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുകയാണ്. കഷായത്തിന് മേമ്പൊടി ചേർക്കാൻ ഒരെണ്ണം പോലും എഴുന്നേറ്റില്ല. അച്ഛൻ ചോദ്യം ചോദിച്ചും പോയല്ലോ ദൈവമേ എന്നോർത്ത് അമ്പരന്ന് സ്വയം പശ്ചാത്തപിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ 80 വയസ്സോളം പ്രായമുള്ള വാലിട്ട് മുണ്ടെടുത്തൊരമ്മച്ചി എഴുന്നേറ്റ് അവിടെ നിന്നു. അച്ഛന് സംശയമായി, അമ്മച്ചി എന്താ എഴുന്നേറ്റത്? അച്ഛൻ ചോദിച്ചില്ലേ, അപ്പൊ എൻ്റെ ചോദ്യം കേട്ടിട്ട് എഴുന്നേറ്റതാണോ? ആ. അപ്പൊ അച്ഛൻ ആവേശം മൂത്തു. കോഡ്ലെസ് മൈക്കായിരുന്നു, കയ്യെ പിടിച്ചുകൊണ്ട് അച്ഛൻ ഓടി അമ്മച്ചിയുടെ അടുത്ത് ചെന്നു. അമ്മച്ചി സത്യമാണോ? സത്യമാണച്ചു. അതെന്താ അമ്മച്ചി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അച്ഛൻ അറിയോ, അത് ഞാൻ എൻ്റെ കഴുത്തിൽ മിന്നു വെച്ചിട്ട് 65 കൊല്ലമായി. എൻ്റെ 15ാമത്തെ വയസ്സിൽ കെട്ട് നടന്നതാ. ഈ 65 കൊല്ലവും ഞാൻ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ജീവിച്ചത്, അത് ഞാൻ വരച്ച വരയിൽ നിർത്താൻ. ഇപ്പൊ പറഞ്ഞ പോലെ കേൾക്കും അച്ഛാ. അവിടെ ഇരുന്നോളാൻ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നോളും. ഇത് തിന്നോളാൻ പറഞ്ഞാൽ അത് കൊടുക്കണ സാധനം മൊത്തം തിന്നോളും. ഇന്നത്തെ ദിവസം മിണ്ടരുന്ന് പറഞ്ഞ ഒരു അക്ഷരം പിന്നെ മിണ്ടൂല. ഇപ്പൊ എല്ലാം കറക്റ്റാച്ചാ. ഈ അടുത്ത ജന്മത്തിൽ ഇനി വേറൊരുത്തനെ കല്യാണം കഴിച്ച് അത് ഞാനെ വരച്ച വരയിൽ നിർത്താൻ അടുത്ത ജന്മം കൂടെ കളയാൻ എനിക്ക് താല്പര്യമില്ല അച്ഛൻ. ഇത് ഞാനെ തന്നെ അടുത്ത ജന്മത്തിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ജീവിക്കാലോ. ഇപ്പൊ കൈയടിച്ചത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ആമേ. ജീവിതം പാഴാക്കി കളയരുതെന്നാ പറഞ്ഞതേ. നിങ്ങൾ വിചാരിച്ചാൽ വേറൊരാളെ നന്നാക്കാൻ പറ്റൂല എന്ന്. കോതമംഗലത്ത് നിന്ന് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് മാഞ്ചസ്റ്ററിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളെ നന്നാക്കാന്ന് ഓർത്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്ക് പോരണതിന് മുമ്പ് അറിയാം നിങ്ങൾ ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ പറഞ്ഞോ നന്നാക്കാൻ പറ്റും. ഭാര്യയോട് 10 ചീത്ത എന്നും പറയണ ഭർത്താവിനോട് ഒരു വാക്ക്, അതിൻ്റെ പകുതിയെങ്കിലും എന്നും മുറിയടച്ചിട്ട് കണ്ണാടി നോക്കി നീ നിന്നോട് പറ. 10 ദിവസം കഴിയുമ്പോൾ നീ നന്നാവും മോനെ.
എന്താ സ്ത്രീകൾ ആരും കൈ കൊണ്ടുവന്നിട്ടില്ലേ? എന്താ വന്ന് കൈ കൊട്ടിയ? ആമേൻ. ഇവരെ തല്ലി നിലവിളിപ്പിക്കേണ്ട സൈസ. ഒരു ഗോൾ അടിക്കുമ്പോൾ തിരിച്ചൊരു ഗോൾ അടിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുമോ? ഇപ്പൊ ആരാ നന്നാവണ്ടേ? പറഞ്ഞില്ല, ഞാൻ നന്നാവണം. നന്നാവോ? ആരാണ്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ അച്ഛൻ നന്നായ പ്രശ്നമൊക്കെ തീരും. ഈ പ്രശ്നം മൊത്തം അച്ഛൻ നന്നായ തീരുമെന്ന്. തീരൂല്ല മക്കളെ. ഈ ജീവിതത്തിൽ ഇന്ന് വരെ ആരെങ്കിലും പ്രാക്ടിക്കലി ഈ കാര്യം നേടിയിട്ടുണ്ടോ? സ്വയം നന്നായി കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 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 ഈ ചോദ്യം ആദ്യം ചോദിച്ചപ്പോൾ അവന് ഉത്തരം പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടിരിക്കുക. അയാൾ പറഞ്ഞത് കറക്റ്റ് ആൻസറാ. ഞാൻ അവിടുന്ന് തെന്നി മാറിപ്പോയതാ. ഒരാൾക്ക് പോലും സ്വയം നന്നാക്കാൻ പറ്റില്ല. നന്നാവില്ല ആരും. കാരണം സ്വന്തം കുറ്റാരും കാണൂല, സ്വന്തം തെറ്റാരും അപഗ്രഥിക്കില്ല, സ്വയം തിരിഞ്ഞു നിന്ന് ആരും ശാസിക്കില്ല. കണ്ണാടി നോക്കിയിട്ട് നീ ആ ഈ കുടുംബത്തെ മൊത്തം കലക്കണേ, ഈ കുടുംബത്തിന്റെ ശത്രു എന്ന് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോണില്ല. ഈ ആള് നന്നാവൂല്ല വെച്ചാ ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? വേണ്ടേ? വേണ്ടേ? എന്താ മാർഗം? ശത്രു നന്നാവൂല്ല എന്ന് വെച്ചാ പിന്നെ ഒരൊറ്റ മാർഗമുള്ളൂ, കൊല്ലണം. എൻ്റെ അച്ഛ പറഞ്ഞത് നന്നായി. ഞാൻ 2 കൊല്ലമായി ആലോചിച്ചുകൊണ്ടിരിക്കുക, ഒരേ ആലോചന. എങ്ങനെയാ ചാവണ്ടേ, എങ്ങനെയാ ചാവണ്ടേ, എങ്ങനെയാ ചാവണ്ടേ? ഇന്ന് അങ്ങോട്ട് തീർത്തേക്കാച്ച. സോറി, വേണ്ടട്ടോ. അങ്ങനെ കൊല്ലണ കാര്യം അല്ല അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം വേറെയാണ്. ഒരു വ്യക്തിയുടെ അഹം മരിക്കണം, ഞാനെന്ന ഭാവത്തെ കൊല്ലണം, അഹങ്കാരത്തെ കുരിശിൽ തറയ്ക്കണം. ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ ക്രിസ്തു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ഇപ്പോൾ ഞാനില്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാനില്ല, ഞാൻ മരിച്ചു, ഞാൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു, ഞാൻ കൊല്ലപ്പെട്ടു, എന്നിലെ അഹം മരിച്ചു. പിന്നെ ആര് ജീവിക്കുന്നു? ആര് ജീവിക്കുന്നു? ക്രിസ്തു. എല്ലാവരും ഈ തീരുമാനത്തിലേക്ക് എത്തിയാൽ, ഈ ക്രൂശീകരണത്തിന് വിധേയപ്പെട്ടാൽ, ഒരു വീട്ടിൽ 5 മനുഷ്യരുണ്ട്, എല്ലാവരിലും ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പോഴാ വീട്ടിൽ എത്ര പേരുണ്ട്? ഒറ്റ ഒരാളേ ഉള്ളൂ. ആരാത്? യേശു ക്രിസ്തുവാണ്. ഭാര്യ ഭർത്താവിനെ നോക്കുമ്പോൾ ആരെ കാണും? യേശുവിനെ കാണും. വഴക്ക് പറയാൻ പറ്റുമോ? ഭർത്താവ് ഭാര്യയെ നോക്കുമ്പോൾ ആരെ കാണും? നിങ്ങൾ എന്നോട് ശരിക്കും പിണങ്ങിയെന്ന ആരെ കാണും? വഴക്ക് പറയാൻ പറ്റുമോ? അപ്പൻ മക്കളും തമ്മിൽ കാണുമ്പോൾ ആരെ കാണും? അമ്മയും മക്കളും തമ്മിൽ കാണുമ്പോൾ ആരെ കാണും? അമ്മാവയും അമ്മയും മരുമകളും നേർക്ക് നേരെ കാണുമ്പോൾ ആരെ കാണും? കാണുമോ? ആരെ കാണും? യേശു ക്രിസ്തുവിനെ കാണും. ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ നമ്മളിലെ അഹത്തെ കുരിശിൽ തറയ്ക്കണം. ഞാനെന്ന ഭാവം കൊല്ലപ്പെടുമ്പോൾ, ഞാനെന്ന ഭാവം ഇല്ലാതെയാകുമ്പോൾ അവിടെ ആര് ജീവിക്കും? ക്രിസ്തു ജീവിക്കും. കുടുംബങ്ങളിൽ സ്വസ്ഥത വരാൻ അഹത്തെ കുരിശിൽ തറയ്ക്കുക. ആമേൻ. ഇപ്പം അടുത്തു എല്ലാവരും അല്ലേ? ഉലഞ്ഞുപോയ 2 മേഖലകളാണ് പങ്കിട്ടത്. 1 ദൈവ മനുഷ്യ ബന്ധം, 2 മനുഷ്യ മനുഷ്യ ബന്ധം. എനിക്ക് ഇത്തിരി കൂടി സമയം ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വേഗം കാപ്പി ഉണ്ടാവോ? കഴിഞ്ഞിട്ട് മതിയെന്ന് അപ്പോൾ രാജവശം പറയണത്. നിങ്ങൾക്കൊന്ന് എണീക്കണം തോന്നണില്ലേ? ഉറപ്പായിട്ടും തോന്നണില്ലേ? ഇത്തരം മനുഷ്യരെ ഞാൻ ആദ്യമായിട്ട് കാണുക കർത്താവേ. അങ്ങനെ അങ്ങ് രസം പിടിച്ചിരിക്കുകയല്ലേ. ഞാൻ മടുത്തൊന്നും നിങ്ങളാരും വിചാരിക്കണ്ട. ഇതങ്ങനെ മടുക്കുന്ന സൈസല്ല. പൊക്കോട്ടെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. വല്ലാത്തൊരു ശാന്തത, മാനസാന്തരപ്പെട്ടു എന്നാ തോന്നണേ. ഞാനേ ആമേൻ. ഉലഞ്ഞുപോയ 3-ാമത്തെ ബന്ധം മനുഷ്യ പ്രകൃതി ബന്ധം.
ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തു. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ച ദിവസം മനുഷ്യനോട് ദൈവം 4 കാര്യങ്ങൾ കൽപ്പിച്ചു പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15, 16, 17 തിരുവചനങ്ങൾ. മനുഷ്യ, നീ തോട്ടത്തിൽ വേല ചെയ്യണം. 1. മനുഷ്യ, നീ തോട്ടത്തെ സൂക്ഷിക്കണം. 2. മനുഷ്യ, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. 3. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്. 4. ഇങ്ങനെ 4 കാര്യങ്ങൾ ദൈവം പറഞ്ഞതിൽ 1ഉം 2ഉം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നീ ഈ തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടത്തെ സൂക്ഷിക്കണം. പ്രകൃതിയെ സൂക്ഷിക്കുന്നത് ആരുടെ ചുമതലയാണ്? ഇത്രേ അറിഞ്ഞെങ്കിൽ ഞാൻ എണീറ്റ് വരില്ലായിരുന്നു. ആരും മിണ്ടുന്നില്ല. പ്രകൃതിയെ സൂക്ഷിക്കൽ ആരുടെ ചുമതലയാണ്? സൂക്ഷിക്കാൻ കടപ്പെട്ടവൻ ചൂഷകനായി മാറിയാൽ എന്ത് സംഭവിക്കും? ഇന്ന് സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. കേരളത്തെ ഉദാഹരണപ്പെടുത്താം. ദൈവം എപ്പോഴും മലമുകളിലാണ് ദൈവം ജലസ്രോതസ്സുകളെല്ലാം ഒളിപ്പിച്ചു വെച്ചത്. അറിയാലോ, മലഞ്ചെരുവുകളിലല്ല, പിന്നെ മലമുകളിൽ. എല്ലാ നീരുറവുകളും എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മലമുകളിൽ നിന്നാണ്. മലമുകളിലെ നീരുറവയ്ക്ക് ഒരിക്കലും ക്ഷതമേൽക്കാതിരിക്കാൻ മരങ്ങളെയും ദൈവം അവിടെ സൃഷ്ടിച്ചു വെച്ചു, അല്ലേ? മരങ്ങൾ വെട്ടിവിറ്റ് കാശാക്കി കീശ വീർപ്പിച്ചപ്പോൾ മലമുകളിലെ നീരുറവയ്ക്ക് അന്ധകരാവുകയായിരുന്നു മനുഷ്യൻ. നീരുറവകൾ വറ്റി വരണ്ടപ്പോൾ പ്രകൃതി അതിൻ്റെ ജലനിരപ്പ് താണു, കിണറുകളിൽ വെള്ളമില്ലാതെയായി. മൊട്ടക്കുന്നായി മാറിയ മലമുകളിൽ പെട്ടെന്നുണ്ടാകുന്ന വിസ്ഫോടനങ്ങൾ തീർക്കുന്ന മലവെള്ളപ്പാച്ചിലിൽ അത് ഉരുൾപൊട്ടലായി. പ്രകൃതി ദുരന്തങ്ങളായി. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തൻ്റെ അഹന്ത കൊണ്ടും തൻ്റെ ലാഭേച്ഛ കൊണ്ടും പ്രകൃതിയിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവിസർജ്യങ്ങൾ വിഹായസിലെ ഓസോൺ പാളിയെ ദുർബലമാക്കി. ഓസോൺ പാളിയിൽ വിള്ളൽ വീണു. അൾട്രാവയലറ്റ് ഭൂമിയിലേക്ക് വന്നിറങ്ങാൻ തുടങ്ങി. ഭൂമി മനുഷ്യവാസയോഗ്യമല്ലാതെയാകുന്നു. ഭൂമിയിൽ സൂര്യതാപം വർദ്ധിക്കുന്നു. ആഗോളതാപനം അടിക്കടി വർദ്ധിക്കുകയാണ്. മനുഷ്യവാസയോഗ്യമല്ലാതെയായി ഭൂമി തീരുകയാണ്. ഭൂമിക്കപ്പുറം മനുഷ്യവാസത്തിനിടമുണ്ടോ എന്നറിയാൻ പര്യവേഷ വാഹനങ്ങൾ ചൊവ്വായിലും ചന്ദ്രനിലുമൊക്കെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഈ പ്രകൃതിക്ക് ഇന്ന് വന്ന സകല ക്രമക്കേടുകൾക്കും ഉത്തരവാദി മനുഷ്യനാണ്. മലർന്നു കിടന്ന് തുപ്പുന്നവൻ മുഖത്തത് ഏറ്റുവാങ്ങും, അല്ലേ? ഇത് തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്തത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, പ്രകൃതിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവൻ പ്രകൃതിയെ വ്യഭിചരിച്ചിരിക്കുന്നു. അതാണ് ഇന്നിൻ്റെ നൊമ്പരം. കാലം തെറ്റിയ കാലാവസ്ഥ. ജലവൈദ്യുതിയെ മാത്രം ഉപയോഗിച്ച് കേരളം വെളിച്ചം കാണുമ്പോൾ കേരളത്തിലെ ജലവൈദ്യുതി നിലയങ്ങൾ വറ്റി വരളുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ വെള്ളമില്ല. ഈ കൊല്ലം കാലവർഷം പെയ്തില്ല. അപ്പോഴും ഇപ്പോഴും വന്ന മഴയൊന്ന് ചിരിച്ചിട്ട് പോയതല്ലാതെ കാലവർഷം പെയ്തില്ല. കേരളക്കരയിൽ ഇപ്പോൾ എയർ കണ്ടീഷണർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഫാൻ മതിയാകുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. ഉത്തരവാദി മറ്റാരുമല്ല, മനുഷ്യനാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത മനുഷ്യൻ, ദൈവത്തെ വെല്ലുവിളിച്ച മനുഷ്യൻ, ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യൻ, പ്രകൃതി ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്ത മനുഷ്യൻ. അപ്പോൾ ഉലഞ്ഞുപോയ 3ാമത്തെ തലം. ഒപ്പം ഒന്നുകൂടെയുണ്ട്, സ്വയം വെറുക്കുന്ന മനുഷ്യർ. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം മലയാളികളുടെ ഇടയിൽ വർദ്ധിച്ചു പെരുകുകയാണ്. ഭാരത മഹാരാജ്യത്തെ സംബന്ധിച്ച് സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആണോ? അതെ. സാക്ഷരതയിൽ 1ാം സ്ഥാനമുള്ള കേരളം അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ മറ്റൊരു കാര്യത്തിൽ കൂടെ മലയാളി 1ാം സ്ഥാനത്താണ്. ഏതാ? ആത്മഹത്യ. സ്വയം കൊല്ലുന്നവർ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ജീവനൊടുക്കുകയാണ്. ഒരു മനുഷ്യന് പോലും സ്വയം കൊല്ലാൻ അവകാശമോ അധികാരമോ ഇല്ല. മറ്റൊരാളെ കൊല്ലുന്നത് പോലെയാണ് ഒരാൾ തന്നെയും കൊല്ലുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ കൊലപാതകിയാണ്. ദൈവം സൃഷ്ടിച്ചതാണ് എന്നെ.
ആ എന്നെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല. ഉണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ എന്നെ കൊല്ലുന്നത് എപ്പോഴാ? അപൂർവം ചില ആളുകളെങ്കിലും മനസ്സിൻ്റെ താളം തെറ്റിപ്പോയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പോയിട്ടുണ്ട്. അതൊരു രോഗമാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. മറിച്ച് ജീവിതകാലം മുഴുവൻ ആഘോഷമായി കുടിച്ചു കൂത്താടി ആരെയും വകവയ്ക്കാതെ, അപ്പനെയും അമ്മയെയും വകവയ്ക്കാതെ, ഭാര്യയെയും മക്കളെയും വകവയ്ക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ച ഒരു മനുഷ്യൻ എല്ലാവരാലും വെറുക്കപ്പെട്ട് എല്ലാ സമ്പത്തും നശിപ്പിച്ച് ആർക്കും വേണ്ടാത്തവനായി മാറി കടബാധ്യത കയറി മൂടി ഇനി പോകാനിടമില്ലാതെ വരുമ്പോൾ അധ്യായം ക്ലോസ് ചെയ്താൽ അത് കർഷക ആത്മഹത്യ എന്ന് സർക്കാരിൻ്റെ കണക്കിലേക്ക് എഴുതി തള്ളിയാൽ കണക്ക് ഒക്കുവോ? ഒക്കുവോ? ഒക്കില്ല. ഇന്ന് വയനാട്ടിലൊരു കർഷകൻ ആത്മഹത്യ ചെയ്തത് ടി വിയിൽ എഴുതി കാണിച്ചു. ഞാനും തിരുമേനിയും അറിയണയാളാ. കയ്യിലിരിപ്പ് ദോഷം. അയാളുടെ കാര്യമല്ല പറഞ്ഞത്, പലരുടെയും ആത്മഹത്യ കയ്യിലിരിപ്പ് ദോഷം. ചില ആളുകൾ എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിനപ്പുറമുള്ളത് എത്തിപ്പിടിക്കാനായിട്ട് ഓടും, ചാടും, കുതിക്കും. എന്നിട്ട് ഒരിക്കലും കിട്ടുമോ എന്നുറപ്പില്ലാത്ത കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി എല്ലാ ബാങ്കിൽ നിന്നും ലോൺ എടുക്കും, എല്ലാ ബ്ലേഡ് കമ്പനിയിൽ നിന്നും ലോൺ എടുക്കും. അവസാനം അതും കിട്ടൂല, ഇത് പോവുകയും ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യും. അഹന്ത കൊണ്ട് വരുത്തി തീർത്തത്. ഇവിടെയൊക്കെ മനുഷ്യൻ അവസാനം പറയുന്നൊരു വാക്യമുണ്ട്: ആർക്കും എന്നെ വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, അപ്പനും വേണ്ട, അമ്മയ്ക്കും വേണ്ട, ചത്തേക്കാം. ഭർത്താവ് ഒരുത്തനുണ്ടായിട്ടും അവനെ വകവയ്ക്കാതെ, അവനെ കീഴടങ്ങാതെ, അവനെ അനുസരിക്കാതെ, അവനെ അംഗീകരിക്കാതെ തന്നിഷ്ടപ്രകാരം തോന്നിയ വണ്ണം നടന്ന് തോന്നിയ വാസം ജീവിച്ച സ്ത്രീക്ക് അവസാനം ജീവിതത്തിൽ തട്ടുകേടുകൾ ഒരുപാട് പറ്റിക്കഴിയുമ്പോൾ ആത്മഹത്യ. ഉത്തരവാദി ഭർത്താവല്ല, അഹന്ത. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ ആളുകൾ ആരും ദൈവത്തെ അറിഞ്ഞവരല്ല. ശിഥിലമായി പോകുന്ന ബന്ധങ്ങൾ. ഒന്ന്, മനുഷ്യ ദൈവ ബന്ധങ്ങൾ ഇന്ന് വളരെ വികലമാണ്. രണ്ട്, മനുഷ്യ ബന്ധങ്ങൾ വളരെ വികലമാണ്. മാതാപിതാക്കളും മക്കളും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, സഹോദരങ്ങളും കൂടെ പുറപ്പെടും തമ്മിൽ, ഇതെല്ലാം ഇന്ന് അച്ഛൻ വർണ്ണിച്ചിട്ടില്ല, സമയം അനുവദിച്ചിട്ടില്ല. മൂന്ന്, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ. നാല്, സ്വയം വെറുക്കുന്ന മനുഷ്യർ. അപ്പോൾ ഈ അർത്ഥതലങ്ങളിൽ സമൂഹം മൊത്തത്തിൽ ധാർമ്മികമായി വലിയ തകർച്ചയെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ബോധ്യപ്പെട്ടപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ അധികാരികൾ അന്വേഷിച്ചു. ഈ അനാലിസിസ് വിങ് തന്നെ അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടുംബ ബന്ധങ്ങളിൽ വന്ന ഉലച്ചിലുകളാണ് ഈ ധാർമ്മിക തകർച്ചകളുടെ മുഴുവൻ കാരണം. ഹല്ലേലൂയ. കുടുംബ ബന്ധങ്ങളിൽ വന്ന തകർച്ചകളാണ് ഈ ധാർമ്മിക തകർച്ചയുടെ മുഴുവൻ കാരണം. ഇപ്പോൾ തിരിച്ചറിയുക, കുടുംബ ബന്ധങ്ങളിൽ തകർച്ച വന്നാൽ സമൂഹം മൊത്തം തകർന്നടിയും. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. ഒരു കെട്ടിടം പണിയാൻ ആരംഭിച്ചാൽ അടിസ്ഥാനമിട്ട് പണിയുന്ന കല്ല് മുതൽ ഉറപ്പോടെയല്ല പണിതതെങ്കിൽ ആ കെട്ടിടം നിലനിൽക്കില്ല. ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്ത കെട്ടിടം ഇടിഞ്ഞു വീഴും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മണലിൽ അടിസ്ഥാനം വിട്ട് വീട് പണിതവൻ ബുദ്ധി കെട്ടവനാണെന്ന്. സമൂഹത്തിൻ്റെ അസ്ഥി അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. ഇന്ന് ആരോഗ്യമുള്ള കുടുംബങ്ങൾ വിരളമാണ്. ആരോഗ്യമുള്ള കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ പറഞ്ഞ തിരുമേനിയുടെ തുടങ്ങട്ടെ, വൈറസ് ബാധിച്ചിട്ടില്ലാത്ത കുടുംബങ്ങൾ വളരെ കുറവാണ്. നിഗളത്തിൻ്റെ വൈറസ്, അസൂയയുടെ വൈറസ്, ഞാനെന്ന ഭാവത്തിൻ്റെ വൈറസ്, ആദ്യം പറഞ്ഞില്ലേ അഹങ്കാരത്തിൻ്റെ വൈറസ്, പിന്നെ സമൂഹ മധ്യത്തിൽ ആളാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള വൈറസ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മദ്യപാനത്തിൻ്റെ വൈറസ്, മയക്കുമരുന്നിൻ്റെ വൈറസ്, ഒരുപാട് വിധത്തിലുള്ള വൈറസുകൾ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിലെ ആരോഗ്യം നശിപ്പിച്ച് അതിനെ രോഗത്തിൽ തകർത്ത് മരണത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. കുടുംബങ്ങൾ ദൃഢമാകണം, വിശ്വാസ സ്ഥിരതയുള്ളതാകണം, കുടുംബങ്ങൾ ആത്മീയതയിൽ വളരണം, കുടുംബങ്ങൾ ആലയബന്ധത്തിൽ വളരണം, കുടുംബങ്ങൾ ദൈവ പദ്ധതി പ്രകാരം ചിട്ടപ്പെടുത്തപ്പെടണം. അപ്പോൾ കുടുംബം, ഇതിപ്പോൾ ഈ UK-യിലെ യാക്കോബായ സുറിയാനി സഭയുടെ മക്കളുടെ 4ാമത് കുടുംബ സംഗമം. ഇവിടെ വന്നിട്ടുള്ള കുടുംബങ്ങളെല്ലാം ആരോഗ്യപൂർണമായ കൂട്ടായ്മയ്ക്ക് സ്വയം സമർപ്പണം ചെയ്യുമെങ്കിൽ ആമേൻ, സഭയ്ക്കും സമൂഹത്തിനും ഇതൊരു വലിയ മുതൽക്കൂട്ടാകും. അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ നിന്ന് അട്ടഹസിച്ചത് വെറുതെ പാഴായി പോകും. ഏത് കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകും? തീരുമാനമെടുക്കാനായില്ലെങ്കിൽ വില കൊടുക്കേണ്ടി വരും നമുക്ക്, നമ്മുടെ ഭാവി തലമുറയെ പ്രതി. കുടുംബ ബന്ധങ്ങളിൽ വളർത്തപ്പെട്ടത് കൊണ്ടാണ് നമുക്കൊക്കെ ഈ ധാർമ്മികത ഇത്രയെങ്കിലും സൂക്ഷിക്കാനായത്.
കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരുന്നിടത്ത് വളർത്തപ്പെട്ടവരാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചു വീണപ്പോൾ അപ്പനുണ്ടായിരുന്നില്ല, അപ്പൻ മരിച്ചു പോയിരുന്നു. അമ്മ ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല, ആൺകുട്ടിയാണ്. ശേഷം അമ്മ 4 വിവാഹം കഴിച്ചു. ഇവനെ 4 രണ്ടാനച്ഛന്മാരും നല്ലവണ്ണം മർദ്ദിച്ചു. സ്കൂളിൽ പോയിട്ട് ഈ കുട്ടി ഒരു വലിയ പ്രശ്നക്കാരനായതുകൊണ്ട് സ്കൂളിൽ നിന്ന് അവനെ പറഞ്ഞയച്ചു. ഡിപ്രഷനാണ് അവന്. അത് കഴിഞ്ഞ് അവൻ പട്ടാളത്തിൽ ചേർന്നു. അവിടെ വലിയ പ്രശ്നമുണ്ടാക്കിയതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. ജനിച്ചു വീഴും മുമ്പ് അപ്പൻ മരിച്ച, അമ്മയുടെ സ്നേഹം കിട്ടാതെ പോയ, അവന്റെ ബാല്യകൗമാരങ്ങളിൽ അമ്മ 4 വട്ടം കല്യാണം കഴിച്ച് അവരുടെ മർദ്ദനമുറ ഏറ്റുവാങ്ങിയ, വിദ്യാഭ്യാസം ചെയ്യുന്നിടത്ത് മുന്നേറാൻ കഴിയാതെ പോയ, ജോലി കിട്ടിയത് ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന, പുറത്താക്കപ്പെട്ട, ആർക്കും വേണ്ടാതെ വളർത്തപ്പെട്ട ചെറുപ്പക്കാരനാണ് അമേരിക്കയുടെ വിഖ്യാതനായ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ചു കൊന്ന ചെറുപ്പക്കാരൻ. അവനെ ആ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവൻ വളർത്തപ്പെട്ട സാഹചര്യമാണ്. കുടുംബങ്ങൾ ആരോഗ്യപൂർണമായി വളർന്നില്ലെങ്കിൽ സമൂഹം തകരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഖം, നമ്മുടെ ആനന്ദം, നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ സമ്പത്ത് എന്നതിനപ്പുറം അനന്തര തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരാവുക, കുറെ കൂടി ദീർഘവീക്ഷണമുള്ളവർ. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിൽ കുടുംബം രൂപം കൊടുക്കപ്പെട്ടില്ലെങ്കിൽ വില കൊടുത്താൽ മതിയാകില്ല, ഒട്ടും മതിയാകില്ല. അതുകൊണ്ട് നാം ഒരുങ്ങണം. കുടുംബത്തെക്കുറിച്ച് ഒരു 2ാം ഭാഗം ഈ ക്ലാസ്സിന് ഉണ്ട്. ഇതിൻ്റെ പ്രിലിമിനറി ഘട്ടമേ തീർന്നിട്ടുള്ളൂ. ഇവിടുത്തെ ഷെഡ്യൂൾ അനുസരിച്ച് സമയമില്ല. കുടുംബം സഭയുടെ അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ സഭയുടെ ചട്ടക്കൂടിനെ കുറിച്ച് പറയണം. കുടുംബം ദൈവാലയമാണ്. അപ്പോൾ അതെങ്ങനെ, അതിൻ്റെ പ്രായോഗികത എന്ന് പറയണം. കുടുംബം വിദ്യാലയമാണ് എങ്കിൽ അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് പറയണം. കുടുംബം പരസ്പര സമർപ്പണ വേദിയാണ് എങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണം. കുടുംബം ഒരു കൂദാശയാണ്, അതിനെയും വ്യാഖ്യാനിക്കണം. അത്രയും കാര്യങ്ങൾ നിങ്ങളോട് വ്യാഖ്യാനിക്കാൻ പോയാൽ ഒരു 3 നാഴിക കൂടെ അച്ഛനിവിടെ നിന്നാൽ മതിയാകില്ല. ഇതിപ്പോൾ ആരോ പറഞ്ഞ പോലെ അച്ഛൻ വെറുതെ കൊതിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല രുചിയുള്ള മാമ്പഴമുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ നമുക്കത് പൂളി തിന്നാൻ നേരമില്ല. തൽക്കാലം ഇവിടെ ഇതിന് അടിവരയിടുകയാണ്. പക്ഷെ ഒരു വാക്ക്, കുടുംബം വിദ്യാലയമാണ്. അതേക്കുറിച്ച് 2 വാക്കുകൾ പറയാതെ പോയാൽ ഒക്കില്ല. ഏത് കുഞ്ഞിൻ്റെയും ജീവിതം രൂപപ്പെടുത്തപ്പെടുന്നത് വീട്ടിൽ വെച്ചാണ്. ആണോ? ആണ്. ആദ്യത്തെ അധ്യാപകൻ അപ്പനും ആദ്യത്തെ അധ്യാപിക അമ്മയുമാണ്. ഒന്നും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയല്ല, എല്ലാം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞ് ഒരു ഡിജിറ്റൽ മൂവി ക്യാമറയാണ്. ഹല്ലേലൂയ. ഇതുവഴി നൃത്തം ചെയ്തുകൊണ്ട് ഓടിക്കളിക്കുന്ന കുഞ്ഞു പൂമ്പാറ്റകളൊക്കെ ചുമ്മാ കളിക്കുകയല്ല, ഇവിടെ പറയുന്ന മുഴുവൻ വാക്കുകളും അതിൻ്റെ വികാര ബോധ്യങ്ങളോടെ ഒപ്പിയെടുക്കുകയാണ് അവർ. വീട്ടിൽ ഇങ്ങനെ പാറിപ്പറക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പല മാതാപിതാക്കളുടെയും ചിന്ത. തെറ്റ്. അവർ ഓരോരുത്തരും ഓരോ ഡിജിറ്റൽ മൂവി ക്യാമറയാണ്. കംപ്ലീറ്റ് കാര്യങ്ങളും അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാർഡ് ഡിസ്കിൽ. തക്ക സമയത്ത് അവരത് റീപ്ലേസ് ചെയ്യും. വീടൊരു വിദ്യാലയമാണ്. മാതാപിതാക്കളുടെ ശ്വാസനിശ്വാസഗതി പോലും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. പെറ്റമ്മയുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിയാൽ കുഞ്ഞിനപ്പോൾ ഉള്ളിൽ തീ കത്താൻ തുടങ്ങും. വീട്ടിലുണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല കുഞ്ഞ്, അതൊരാത്മബന്ധമാണ്. അതൊന്നും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ പ്രിയപ്പെട്ടവരെ. താൻ നൊന്തു പെറ്റ കുഞ്ഞിനൊരു കുഞ്ഞു നൊമ്പരമുണ്ടായാൽ ആ നിമിഷം അമ്മയുടെ തലയ്ക്കകത്ത് അതിൻ്റെ സൂചന കിട്ടും. അത് ദൈവമൊരുക്കിയ ഒരു ആഴമേറിയ പ്രകൃതി ബന്ധമാണ്. ഓർക്കുക, വീട് വിദ്യാലയമാണ്. മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുവാൻ, കരുതേണ്ടതുപോലെ കരുതുവാൻ, വാത്സല്യിക്കേണ്ടതുപോലെ വാത്സല്യിക്കുവാൻ, നയിക്കേണ്ടതുപോലെ നയിക്കുവാൻ, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ മാതാപിതാക്കൾ കരുതിക്കൊള്ളണം. വീടൊരു വിദ്യാലയമാണ്. ഏത് കുഞ്ഞിൻ്റെയും പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നത് അവരുടെ വീടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും
നല്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി സംസാരിക്കുള്ളൂ. എൻ്റെ അപ്പൻ 4 ക്ലാസ് പഠിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ 2 ക്ലാസ് പഠിച്ചിട്ടുണ്ട്, രണ്ടുപേരും കൂടെ 6 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 4ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ അപ്പൻ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് മനക്കണക്ക് കൂട്ടുന്നത് ഞാൻ അമ്പരപ്പോടെ നോക്കി നിന്നിട്ടുണ്ട്. കാൽക്കുലേറ്റർ അത്ര സ്പീഡിൽ കണക്ക് കൂട്ടൂല. 2 ക്ലാസ് പഠിച്ച എൻ്റെ അമ്മ തപ്പിത്തടഞ്ഞ് വേദപുസ്തകം വായിക്കുന്ന ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. 26 ആണ്ട് മുമ്പ് എൻ്റെ അപ്പനും 5 ആണ്ട് മുമ്പ് എൻ്റെ അമ്മയും ഐഹികവാസം പൂർത്തിയാക്കി. ഞാൻ ഇന്നിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലെ ചില ചിത്രങ്ങൾ മായാതെ എൻ്റെ മനസ്സിലുണ്ട്. 2 ക്ലാസ് മാത്രം പഠിച്ച എൻ്റെ അമ്മ എന്നും വൈകുന്നേരം 6 മണിക്ക് മുമ്പ് അത്താഴം മുഴുവനും പാകപ്പെടുത്തി അടുക്കള അടയ്ക്കും. അതിനുശേഷം അമ്മ അടുക്കളയിൽ ഉണ്ടാവില്ല. 6 മണിക്ക് മുമ്പ് അത്താഴം പാചകം ചെയ്ത് കഴിഞ്ഞിരിക്കും. അമ്മ വന്നൊരൊറ്റ ഇരിപ്പാണ് അമ്മയുടെ കട്ടിലേൽ. വീട്ടിൽ ചില ക്രമീകരണങ്ങളുണ്ട്. തിരിയിട്ട് കത്തിക്കുന്നൊരു നിലവിളക്കുണ്ട്, തൂക്കുവിളക്ക്. അതിൽ തിരിയിട്ട് കത്തിക്കണം. മിനിമം 3 പാട്ടെങ്കിലും പാടണം. എല്ലാവരും സങ്കീർത്തനം വായിക്കണം. ശേഷം ഒരാൾ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗം വായിക്കണം. പാമ്പാക്കുട നമസ്കാര പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള 9-ാം മണി സന്ധ്യ സൂത്താറ പ്രാർത്ഥന മുഴുവനും ചൊല്ലണം. അക്ഷരം തെറ്റിയാൽ വീണ്ടും പ്രാർത്ഥിപ്പിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി ആമേൻ പറഞ്ഞ് 1 മിനിറ്റ് എല്ലാവരും മൗനമായിരുന്നു കഴിയുമ്പോൾ അമ്മ അവിടെ നിന്ന് എഴുന്നേക്കും. ഇത്രയും സംഭവിച്ചാൽ മാത്രമേ എൻ്റെ അമ്മ എഴുന്നേക്കത്തുള്ളൂ. ഇത്രയും കാര്യം വീട്ടിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ അന്ന് വീട്ടിൽ ആർക്കും അത്താഴമില്ല. വീട്ടിൽ അത്താഴം ഇല്ലാഞ്ഞിട്ടല്ല, അമ്മ വിളമ്പൂല്ല. ഇത്രയും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത്താഴം കിട്ടും, പിന്നെ കിടക്കാം. ഇനി ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ഈ നിൽക്കുന്ന അച്ഛൻ, പാറേക്കര അച്ഛൻ, ബാല്യകൗമാരങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക്. പ്രാർത്ഥിക്കാനുള്ള കൊതി കൊണ്ടോ പ്രാർത്ഥിക്കാനുള്ള ആവേശം കൊണ്ടോ അല്ല, അത്താഴം കിട്ടാൻ വേണ്ടി. 2 ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള എൻ്റെ അമ്മയുടെ പട്ടാളച്ചിട്ട. അത്താഴം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് പഠിച്ച ഞാൻ ഇന്ന് അനേകരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുവെങ്കിൽ എൻ്റെ 2ാം ക്ലാസ്സുകാരി അമ്മയുടെ സുഹൃതമാണത്, പുണ്യം. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. വീട് വിദ്യാലയമാണ്. വൈകുന്നേരങ്ങളിൽ ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ റിയാലിറ്റി ഷോ കണ്ട് ചിരിച്ചും കരഞ്ഞും കൂത്താടിയും സമയം കളയാതെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം മക്കളെ. തലമുറകളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുന്നവരാകണം. വീട് വിദ്യാലയമാണ്. അനുബന്ധമായി ഒത്തിരി പറയാനുണ്ട്. അത് ദൈവം കൃപ ചെയ്താൽ പിന്നെ എന്തെങ്കിലും ഒരിക്കൽ ആകാം. എന്നെ രൂപപ്പെടുത്തിയെടുത്തത് എൻ്റെ കർത്താവും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ചേർന്ന. ജീവിതത്തിൽ ഒരിക്കലും കണ്ട സ്വപ്നങ്ങളല്ല നടന്നിട്ടുള്ളത്. എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് കണ്ട ഏറ്റവും വലിയ സ്വപ്നം ഞാൻ നില ഉഴുവാൻ പഠിക്കണമെന്നാണ്. എൻ്റെ അപ്പം പറയുമായിരുന്നു, ഞാൻ 12 വയസ്സിൽ നില ഉഴുവാൻ പഠിച്ചു, അതുകൊണ്ട് ഇന്ന് വരെ ആഹാരത്തിന് മുട്ട് വന്നിട്ടില്ല. എൻ്റെ മക്കളെല്ലാവരും നില ഉഴുവാൻ പഠിക്കണം. എൻ്റെ അപ്പൻ എന്നെ ആവത് ശ്രമിച്ചു നില ഉഴുവാൻ പഠിപ്പിക്കാൻ, പക്ഷെ ഞാൻ പഠിച്ചില്ല. എൻ്റെ കർത്താവ് കണ്ടു ഞാൻ നില ഉഴുവേണ്ടവനല്ല, ഞാൻ കർത്താവിന് വേണ്ടി രാജ്യത്തെ ഉഴുതുമറിച്ച് പണിതെടുക്കേണ്ടവനാണ്. എൻ്റെ കർത്താവ് എന്നെ ഇവിടം വരെയും എത്തിച്ചു നിർത്തി. എൻ്റെ അമ്മയുടെ വലിയ സ്വാധീനം, എൻ്റെ അപ്പൻ്റെ വലിയ കൊതി അതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നടക്കുക. വീട് വിദ്യാലയമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം മടങ്ങി വന്നിരിക്കുന്നു, മക്കൾ ഓടിക്കളിക്കുന്നുണ്ട്. 5 മണിയോടെ അടുക്കുകയാണ്. ശരിയാണോ? എഴുന്നേറ്റാട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മൾ ഒത്തിരി ചിരിച്ചു, ഒത്തിരി ചിന്തിച്ചു, ചിലപ്പോൾ കരഞ്ഞു. പക്ഷേ തീരുമാനങ്ങളൊന്നും എടുത്തു കാണില്ലല്ലോ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കും. അച്ഛൻ തരക്കേടില്ല, എന്നാ മാതിരി കയറ്റിയത്. ചില പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, അത്രയൊന്നും വേണ്ടായിരുന്നു. എന്തായാലും രസമായിരുന്നു. മംഗലാപുരത്തൊരു മീറ്റിങ്ങിൽ അച്ഛൻ പ്രസംഗിച്ചിട്ട് യൂത്ത് അസോസിയേഷൻകാർ ഫീഡ്ബാക്ക് എടുത്തു. പുതിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് എടുക്കും പോലെ. ആളുകളുടെ മറുപടി കേൾക്കണേ.
ഒരാൾ പറഞ്ഞു, 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല മോനെ, നല്ലൊരു എൻ്റർടൈനർ കണ്ട സുഖപ്പോ. മക്കളെ, നിങ്ങൾ അച്ഛൻ്റെ ക്ലാസ്സിനും പ്രസംഗത്തിനും മാർക്കിട്ട് മടങ്ങിയാൽ, നന്മയോ തിന്മയോ നിങ്ങൾ വിലയിരുത്തിയിട്ട് മടങ്ങിയാൽ ഇത് പ്രയോജനം ചെയ്യുന്നില്ല. പാഴായി പോകുമല്ലോ ഈ ദിവസം. തിന്നുകുടിക്കാനല്ല നമ്മളിവിടെ വന്നത്, തമാശ പറയാനും ചിരിച്ചു രസിക്കാനുമല്ല നമ്മളിവിടെ വന്നത്. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു തുള്ളി കണ്ണുനീർ ഈ തറയിൽ ഉറ്റിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് വീഴ്ത്തിയിട്ട്, കർത്താവേ, ഒരുപാട് പിഴവുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ, ഒരുപാട് തെറ്റുകളിലൂടെ നടന്നിട്ടുണ്ട് ഞാൻ. നീ ആഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ അഹമാണ് എന്നെ ഈ കുഴപ്പത്തിലൊക്കെ ചാടിക്കുന്നത്. ഞാൻ അറിയുന്നു, ഞാൻ മാറണം. ദൈവമേ, കുടുംബമായി ഞാൻ മാറണം. 2012 കുടുംബ സംഗമത്തിൽ ഞാൻ പങ്കെടുത്തത് മുഖാന്തിരം എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറാൻ, എൻ്റെ ഭാവി തലമുറയെക്കുറിച്ചുള്ള ലക്ഷ്യം, ചിന്താഗതി മാറാൻ, ഞാനൊരു പുതിയ മനുഷ്യനായി തീരാൻ, ഞാനൊരു പുതിയ വ്യക്തിയായി മാറാൻ, സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ അങ്ങേയറ്റം കീഴടക്കുന്ന, വൈരം കൊണ്ടല്ല, വെറുപ്പ് കൊണ്ടല്ല, വിദ്വേഷം കൊണ്ടല്ല, പരസ്പരം പഴിചാരിക്കൊണ്ടല്ല, സ്നേഹം കൊണ്ട് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരെ കീഴടക്കുന്ന, ദൈവമേ, നിൻ്റെ പദ്ധതിക്ക് സ്വയം സമർപ്പിതരായി മാറുന്ന, ബന്ധങ്ങൾ ഒന്നായി തിരുമുമ്പിൽ കൂട്ടിച്ചേർക്കുന്ന, എന്നെ പ്രതി വേദനിക്കുന്ന എൻ്റെ അപ്പനെയും അമ്മയെയും ആശ്വസിപ്പിക്കുന്ന, എൻ്റെ ഉള്ളം കയ്യിൽ അവരുടെ ഉള്ളം കയ്യിൽ അവരെന്നെ ഒരു കാലത്ത് പൊതിഞ്ഞു പിടിച്ചതുപോലെ എൻ്റെ ഉള്ളം കയ്യിൽ അവരെ ഞാൻ പൊതിഞ്ഞു പിടിക്കുന്നവരായി മാറാൻ, എൻ്റെ ഭാര്യയുമായി എൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം വളരെ നല്ലതാക്കി തീർക്കാൻ, എന്നിലെ അഹത്തെ കുരിശിൽ തറയ്ക്കാൻ, എൻ്റെ കൂടപ്പിറപ്പുകളുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ, പ്രകൃതിയോടുള്ള എൻ്റെ ചൂഷണ മനോഭാവം മാറ്റാൻ, കമ്പോളത്തിനടിമപ്പെട്ട എൻ്റെ ജീവിതം ആധ്യാത്മികതയ്ക്ക് അർപ്പണം ചെയ്യാൻ ഇന്നെനിക്ക് ഭാഗ്യം തരണമേ എന്ന് ഒന്ന് ഉള്ളുനുറുങ്ങി പ്രാർത്ഥിക്കാൻ ഇപ്പോഴിവിടെ ആഗതരായിട്ടുള്ള ആർക്കെങ്കിലും മനസ്സാകുമോ? ഒരാളെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നെങ്കിൽ ഈ കൂടിവരവ് ലക്ഷ്യം കണ്ടു. മക്കളെ, പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. വൃഥാവായി പോകരുത് ഈ ദിവസം, പാഴായി പോകരുത് ഈ കൂടിവരവ്. നമ്മളിങ്ങനെ ചിന്തിക്കും, 2 ദിവസം നല്ല ഉല്ലാസമായി ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ഒരുപാട് ആളുകളുമായി ഒന്ന് മിങ്കിൾ ചെയ്ത് നാടൻ ഭാഷയിൽ ഒന്ന് അടിച്ചു പൊളിച്ച് ഞങ്ങൾ മടങ്ങി എന്ന് വരാതിരിപ്പാൻ, ഈ 2 ദിവസം ജീവിതത്തിൽ എന്നെ കണ്ടെത്താൻ ശ്രമിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട്, ദൈവമേ ഇതാ ഞാൻ എന്നൊന്ന് പറയാൻ ഒന്ന് തീരുമാനിക്കാമോ? ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തെ നിനക്കറിയാമോ? ദൈവത്തെക്കുറിച്ച് നിനക്ക് ഒത്തിരി അറിയാം. ദൈവത്തെ നിനക്കറിയാമോ? അവൻ്റെ കൊതി നിനക്കറിയാമോ? അവൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നീ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ നിലയും വിലയും സ്ഥാനമാനങ്ങളും നിനക്കറിയാമോ? ഈ ജീവിതം എത്ര വിലപ്പെട്ടതാണെന്നറിയാമോ? അതൊന്ന് സമർപ്പണം ചെയ്യാമോ? ആത്മാർത്ഥമായി ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നിന്റെ പാദപീഠത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഈ ദിവസം മുഴുവനും തൃപ്പാദപീഠത്തിലായിരുന്നു ഞങ്ങൾ. നിനക്ക് തിരുവുള്ളം തോന്നി നീ ഞങ്ങളെ സന്ദർശിച്ചു. നീ ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംവദിക്കുകയായിരുന്നു. ഈ ദിവസം പലപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ശക്തമായ മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു. ദൈവമേ, നീ ഞങ്ങളെ തിരുത്തി, നീ ഞങ്ങളെ ശക്തമായി ഹേമിച്ചു. മനസ്സിലാകുന്നുണ്ട് ദൈവമേ, മനസ്സിലാകുന്നുണ്ട്. നിനക്ക് ഒരുപാട് മുറിവുകൾ തന്നതാണ് ഞങ്ങൾ. ഈ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒന്നും ആകാനായിട്ടില്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ പലപ്പോഴും ഒത്തിരി ശിഥിലങ്ങളും ഒത്തിരി നൊമ്പരങ്ങളും ഒക്കെ പേറുന്നതാണ്. പരസ്പരം അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ ആദരിക്കാനോ കഴിഞ്ഞിട്ടില്ല. തിരുമുമ്പിൽ ഒന്നിരിക്കാനും ജാഗരിക്കാനും ഒരു നന്ദി പറയാനും കഴിഞ്ഞിട്ടില്ല. അഹങ്കാരമാണ്, അഹങ്കാരം മാത്രം. ജോലിയുണ്ട്, പണമുണ്ട്, ആരോഗ്യമുണ്ട്, ആരോഗ്യ വയ്ക്കാൻ. മത്സരമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ തകരാറ്. തിരിച്ചറിയുന്നു ദൈവമേ,
നിന്നതല്ല കർത്താവെ, നീ നിർത്തിയതാ. ജനിച്ചു വളർന്ന ബാല്യകൗമാരങ്ങൾ ഓർക്കുമ്പോൾ ഇവിടെ ഒന്നും എത്തിപ്പെടേണ്ടതല്ല, നീ കൊണ്ടുവന്ന് എത്തിച്ചതാ. നിന്റെ കൃപ. അവകാശപ്പെടാനൊന്നുമില്ല, ഒത്തിരി അഹന്തയുണ്ട്. താഴ്ത്തി ഏൽപ്പിക്കട്ടെ. ഇന്നു മുതൽ തിരിഹിതം പോലെ വിശുദ്ധിയോടെ സമർപ്പണത്തോടെ ആരാധിച്ചും പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും ബന്ധങ്ങളെ നന്നാക്കി, കുടുംബങ്ങളെ ദൃഢമാക്കി, മക്കളെ നല്ല മാതൃകയിൽ വളർത്തി യോഗ്യമാം വണ്ണം ഈ ജീവിതം നയിച്ച് പൂർത്തീകരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. ദൈവമേ, ഈ UK സഭയെ നയിക്കുന്ന ഞങ്ങളുടെ അഭിമന്യ തിരുമേനിക്ക് 1000 മടങ്ങ് ശക്തി കൊടുക്കണമേ. ഈ വിശ്വാസ സമൂഹത്തെ അവിടങ്ങളിൽ നയിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠരായ പുരോഹിതന്മാരെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഇടവകകളെയും ശുശ്രൂഷിക്കുന്ന ഭരണസമിതി അംഗങ്ങളെ ലക്ഷ്യബോധമുള്ളവരും വിനയമുള്ളവരും ശുശ്രൂഷ മനോഭാവമുള്ളവരുമാക്കി തീർക്കണമേ. ഈ മഹാ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും പ്രത്യാശയും ആത്മനിർഭവും വന്ന് കളിയാടണമേ. കർത്താവ് സത്യമായും ഞങ്ങളെ സന്ദർശിച്ചു എന്ന് ഉള്ളം കൊണ്ട് ആനന്ദിച്ച് മടങ്ങാൻ ഞങ്ങൾക്ക് സംഗതി വരണമേ. ഇവിടെ വന്നതുപോലെ ആരും മടങ്ങല്ല ദൈവമേ, ഇരുന്നത് പോലെ ആരും എഴുന്നേറ്റ് പോകല്ല ദൈവമേ. വന്നത് പാപ വഴിയിലൂടെയാണെങ്കിൽ തിരിച്ച് കുരിശിൻ്റെ വഴിയിലൂടെ നിന്നോടൊപ്പം നടക്കാൻ ഭാഗ്യം കൊടുക്കണമേ. നിന്റെ ദാസനെ ശക്തിപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ ജനം നിൻ്റേതാണ്, പിഴവുകളുണ്ടെങ്കിൽ പുറത്തു കൊള്ളണമേ. ഒരമ്മ മക്കളോട് പൊറുക്കുന്നത് പോലെ അതിലുപരി നീ പൊറുക്കുന്ന സ്നേഹമാണ്. നിന്റെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണമേ. വിനയപ്പെടുത്തി അടിയങ്ങളെ തൃപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു നാഥ. ഇവിടെ നിന്ന് തേങ്ങി കരയുന്ന ഉള്ളങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കുകയും ചെയ്യണമേ. മഹത്വം കർത്താവ് എടുത്തുകൊള്ളണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ദൈവമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സിദ്ധു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ്. Feel good atmosphere and taste good menu.